നമസ്കാരം. എൻ്റെ പേര് ജിത്തുരാജ്. ഞാൻ കൊച്ചിയിൽ കസ്റ്റംസിൽ ഓഡിറ്റ് വിഭാഗ ഉദ്യോഗസ്ഥനാണ്. ഞാൻ ബുധനൂർ വൈദ്യശാലയുമായിട്ട് എനിക്ക് 4 വർഷത്തിൽ പരമായിട്ട് ഒരു ചികിത്സ സംബന്ധമായ കാര്യങ്ങൾക്കായിട്ട് പരിചയമുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി ആദ്യവാരം എനിക്ക് അതിശക്തമായിട്ടുള്ള പനി അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്ത് തിരിച്ചു വന്നു. പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ ഈ പനി ആവർത്തിച്ചപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഡെങ്കു ഫീവർ സ്ഥിരീകരിച്ചു. അപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ആവണം, ഡെങ്കു ആണെങ്കിലും അഡ്മിറ്റ് ആവണം, കൗണ്ട് കുറഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും പൊതുവേ ഞാൻ കുറേ കാലങ്ങളായി, ഒരുപാട് വർഷങ്ങളായിട്ട് ഞാനൊരു ഹോസ്പിറ്റലൈസേഷൻ എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് പോയിട്ട് പോലുമില്ല. അപ്പോൾ ഞാൻ ഡെങ്കു വന്ന മറ്റ് പല ആളുകളുടെ അനുഭവങ്ങൾ ഈ അലോപ്പതി മെഡിസിൻസൊക്കെ എടുത്തതിന് ശേഷം ഒരുപാട് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ കൊണ്ടുമല്ല ഞാനൊരു എന്തായാലും ഒരു ഡോക്ടർ വിമൽ സാറുമായിട്ടൊരു കൺസൾട്ടേഷൻ നടത്തിയതിന് ശേഷം എടുത്ത് തീരുമാനമെടുക്കാമെന്ന് കരുതി ഞാൻ എൻ്റെ ടെസ്റ്റ് റിസൾട്ടെല്ലാം ഞാൻ സാറിന് അയച്ചു കൊടുക്കുകയും സാറ് പരിശോധിച്ചതിന് ശേഷം സാറ് പറഞ്ഞു ധൈര്യമായിട്ട് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തോളാം സാറ് പറഞ്ഞു. ഒരു പേടിക്കേണ്ട കാര്യമേ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എറണാകുളത്ത് നിന്ന്, നാട്ടിലെ ഹരിപ്പാടാണ് എൻ്റെ സ്വദേശം, അവിടെ വന്നു. അതിനുശേഷം ഞാൻ സാറിനെ കൺസൾട്ട് ചെയ്തു. അദ്ദേഹം എനിക്ക് ആ ഒരു കാലയളവിലേക്കുള്ള മുഴുവൻ മെഡിസിൻസും തന്നു. ഞാൻ വീട്ടിൽ റെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് വളരെയധികം വ്യത്യാസം, അതായത് ശാരീരിക വ്യതിയാനങ്ങളെല്ലാം ആ ഒരു സംഭവം വന്നതെല്ലാം മാറി, അസുഖം മൂലം മാറി ഞാൻ ഒരു സാധാരണ സ്ഥിതിയിലേക്ക് വന്നു. പിന്നെയും ഒരു 3-4 ദിവസത്തിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ കൗണ്ട്, ബ്ലഡിലെ കൗണ്ട് കൂടിയിട്ടുള്ളതായിട്ട് കണ്ടു. അങ്ങനെ ഏതാണ്ട് ഒരു 2 ആഴ്ചക്കാലം കൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായിട്ടും ഈ അസുഖത്തിൽ നിന്ന് മുക്തി പ്രാപിച്ചു. എനിക്ക് ഇത് വന്നതുകൊണ്ട് സാധാരണ മറ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്ത ആളുകൾക്ക് ഉണ്ടായ പോലുള്ള ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും എനിക്കുണ്ടായില്ല. ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് തന്നെ, പൂർവാധികം ശക്തിയോടെ എന്ന് പറഞ്ഞാൽ അതായിരിക്കും കുറച്ചുകൂടി ശരി, എനിക്കെൻ്റെ ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും ഓഫീസ് ജോലികളെല്ലാം വളരെ ഉത്സാഹത്തോടെ ചെയ്യുവാനും എല്ലാം സാധിച്ചു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരിക്കൽ കൂടി ബുധനൂർ വൈദ്യശാലയോടും ഡോക്ടർ വിമൽ സാറിനോടുമുള്ള അളവറ്റ നന്ദി അറിയിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഏതൊരു ഇതുപോലെ സാംക്രമിക രോഗങ്ങളാണെങ്കിലും ഈ കൊതുക് പോലെയുള്ള ഇതുകൊണ്ട് ജീവികൾ വഴി വരുന്ന അസുഖങ്ങളാണെങ്കിലും എന്താണെങ്കിലും എനിക്ക് ഇപ്പം ഇത്രയൊരു കാലയളവിനുള്ളിൽ തന്നെ ഒരുപാട് നല്ല അനുഭവങ്ങൾ, ചികിത്സാനുഭവങ്ങൾ ബുധനൂർ വൈദ്യശാലയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഞാൻ 101% വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന വൈദ്യനിലും ഒരുപോലെ വിശ്വാസം അർപ്പിക്കുക എന്ന് പറയുന്നത്, അതുപോലെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ബുധനൂർ വൈദ്യശാലയോട് ഞാൻ ഒരിക്കൽ കൂടി ഡോക്ടർ വിമൽ സാറിനോട് എന്നെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.